Hi guys, welcome. Hello guys. Railway station ലൈറ്റ് വല്ലതും പോകണ്ട. നമ്മുടെ ആഗ്ര എത്തിയിട്ട് കാണാൻ വേണ്ടി ആഗ്ര ഫോർട്ടിന്റെ ഫ്രണ്ട് ആണ് കാണുന്നത്. കുട്ടി നോക്കടാ. ഈ കാണുന്നതാണ് മെയിൻ എൻട്രൻസ്. നമുക്ക് ഇതിലൂടെ ഉള്ളിലേക്ക് പോകാം. പിന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഉള്ളിലേക്ക് നോക്കി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ താജ്മഹൽ കാണാൻ പറ്റും. Hi guys, welcome back to our YouTube channel. കാശ്മീർ ട്രിപ്പ് പോകണം എന്നുള്ളത്, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് അത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് വഴിയാലെ വീഡിയോകൾ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കും. Hello guys. ഇന്ന് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ലൈറ്റ് വല്ലതും പോകണ്ട. കുട്ടുവിന് ഡ്രോയിങ് ബുക്ക് മേടിച്ചു കൊടുത്തു കേട്ടോ. പുള്ളി അതും വരച്ചുകൊണ്ട് ട്രെയിനിലിരിക്കാറുണ്ട്. 2 ദിവസത്തേക്കുള്ള ട്രെയിനിലെ ഫുഡ് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കരുതിയായിരുന്നു. അപ്പോൾ നമ്മൾ ആഗ്ര എത്തി. അതായത് നമ്മൾ ആലുവയിൽ നിന്ന് കയറിയിട്ട് ഇന്ന് 2 ദിവസം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഫൈനലി ആഗ്ര എത്തി. ഇപ്പം നമ്മൾ റൂമിൽ വന്നു. നമ്മൾ എടുത്തിരിക്കുന്ന ഹോട്ടലിൻ്റെ പേര് കാഞ്ചൻ വില്ല എന്നാണ്. ഇപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിയുമ്പോൾ നമ്മളോട് ഒരുപാട് ടാക്സിക്കാരും അതുപോലെ തന്നെ ഓട്ടോറിക്ഷക്കാരൊക്കെ വന്നിട്ട് കൊണ്ടുവിടാം, ഹോട്ടൽ എവിടെയാണ്, അതായത് അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വരും. പക്ഷേ അവിടെ നിന്ന് നമ്മൾ അതായത് ഓട്ടോയോ ടാക്സിയോ അങ്ങനെയൊക്കെ വിളിക്കുകയാണെങ്കിൽ ഭയങ്കര റേറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ വന്നത് കാഞ്ചൻ വില്ല എന്ന് പറയുന്നത്, അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള 500 മീറ്റർ അത്ര അടുത്തുള്ള ഒരു ഹോട്ടലാണ് ബുക്ക് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫാമിലി ആയിട്ട് വരുന്നത് കൊണ്ട് ഒരു ചെറിയ ടെൻഷൻ ഇതിലുണ്ട്. പിന്നെ ലാംഗ്വേജ് അത്യാവശ്യം അറിയാവുന്നതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പം തോന്നിയില്ല. ലാംഗ്വേജ് അറിയാത്തവർക്കൊക്കെ വന്നു കഴിയുമ്പോൾ കുറച്ച് ടഫായിരിക്കും. അതായത് അവരുടെ അടുത്ത് നിന്ന് അത് നമ്മളെ അങ്ങനെ വിട്ടുപോകും. പുറേ ഇങ്ങനെ വരും. നമുക്ക് ടാക്സി വേണ്ട എന്ന് പറഞ്ഞാൽ പോലും അവരിങ്ങനെ നമ്മുടെ കൂടെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആദ്യം അവർ നമ്മളോട് 100 രൂപയാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നടന്ന് പോയിക്കോളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പുറത്ത് വന്നു. അതുവരെ ഇത് നമ്മുടെ പുറകെ ഇങ്ങനെ വരും. അപ്പോൾ അത് വന്നു കഴിയുമ്പോൾ അവർ 50 രൂപയാക്കി. അതായത് ഞങ്ങൾ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. അത് ഇനി ലാസ്റ്റ് ഫൈനലി അവർ നമ്മളോട് പറഞ്ഞു 2 പേർക്ക് കൂടി 10 രൂപ വെച്ച് അതായത് 20 രൂപയ്ക്ക് കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ ഹോട്ടലിൽ വന്നു, ഫ്രഷ് ആയി. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് പോകാൻ പോകുന്നത് ആഗ്ര. ഓരോന്നായിട്ട് ഞങ്ങൾ മാക്സിമം നമ്മൾ ഷൂട്ട് ചെയ്ത് എങ്ങനെയൊക്കെയാവുമെന്ന് അറിയില്ല. അപ്പോൾ കാണുന്നവർ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് നമ്മുടെ റൂം. ഞാൻ ജസ്റ്റ് റൂം ടൂർ കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ മെസ്സായിട്ട് ഇരിപ്പുണ്ട്. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ബെഡ് വരുന്നത്. ഇത് നമുക്ക് ഇവിടെ കിട്ടിയത് ഒരു ദിവസം 2000 രൂപയ്ക്കായിട്ട് കിട്ടിയേക്കുന്നത് വിത്ത് AC. ടോയ്ലറ്റ് ഒന്നും വലിയ കുഴപ്പമില്ല. നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള പ്രശ്നം നമുക്ക് ഭയങ്കര നല്ല എന്താ പറയുക, ഭയങ്കര നല്ല ടോയ്ലറ്റ് ഒന്നും കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇതൊക്കെ കിട്ടിയത് നല്ല ഭയങ്കര ധാരാളം. അതേ നമ്മുടെ ആഗ്ര ഫോർട്ട് കാണാൻ വേണ്ടി ഓട്ടോറിക്ഷ കയറി. ഇതിൽ നമ്മളോട് 100 രൂപ പറഞ്ഞു. നമ്മൾ 60 ചേർന്നു. നെക്സ്റ്റ് നമുക്ക് 60 രൂപയ്ക്ക് നമ്മൾ അവിടെ വരെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ആഗ്ര ഫോർട്ടിൽ കയറാനുള്ള ടിക്കറ്റ് 5 എടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഫൈനലി ആഗ്ര ഫോർട്ട് എത്തി. ഇതാണ് ആഗ്ര ഫോർട്ടിന്റെ ഫ്രണ്ട് ആണ് ഈ കാണുന്നത്. ഞാൻ സെക്കൻഡ് ടൈം ആയിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാം. ആഗ്ര ഫോർട്ടിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ വലിയ വലിയ മതിലുകൾ നമുക്ക് കാണാൻ പറ്റുമല്ലോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. എല്ലാം ചുമന്നിരിക്കുന്നു. പിന്നെ അതിൻ്റെ ഓരോ കൊത്തുപണികൾ സൈഡിൽ കൂടെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല ഭംഗിയുണ്ട്. ആഗ്ര ഫോർട്ടിനെ കുറിച്ച് കൂടുതൽ വിവരിക്കുന്നതിൽ വലിയ കാര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് തന്നെ കണ്ട് ആസ്വദിക്കേണ്ടതാണ്. വലിയ കൊട്ടാരങ്ങൾ എല്ലാം ഒരു മതിൽക്കെട്ടിൻ്റെ അകത്ത്, അതിൻ്റെ നടുക്ക് ഗാർഡനുകൾ. നമ്മൾ ആഗ്ര ഫോർട്ടിൻ്റെ ഫ്രണ്ടിലെത്തി. അതായത് നമ്മുടെ ടിക്കറ്റൊക്കെ അവിടെ പുറത്ത് തന്നെ കാണിച്ചതിന് ശേഷം നമ്മൾ എൻട്രൻസ് വഴി ഉള്ളിലേക്ക് കയറി. ഇവിടെ വന്നു കഴിയുമ്പോൾ കയറി വരുമ്പോൾ അവിടെ ഒരു വാതിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു വാതിലുണ്ട്. ഇതിൽ കയറിയിട്ട് ഇതിനുള്ളിൽ കൂടി ചുറ്റി ആ വാതിൽ കൂടിയാണ് ഇറങ്ങി വരുന്നത്. നമ്മൾ പലരും ചെയ്യുന്ന മിസ്റ്റേക്കാണ്. വരുമ്പോഴേ നമ്മൾ ആ വാതിലൂടെ കയറി പോകും. പക്ഷേ ആ വാതിലൂടെ അല്ല പോകേണ്ടത്. ഇവിടെ വന്നിട്ട് ഈ വാതിലൂടെ കയറിയിട്ട് ഉള്ളിൽ കണ്ടതിന് ശേഷം ആ വാതിലൂടെയാണ് കാണുന്നതാണ് ജഹാംഗീർ ബാഗ് ക്യാമ്പ്. ഈ കാണുന്നതാണ് മെയിൻ എൻട്രൻസ്. നമുക്ക് ഇതിലൂടെ ഉള്ളിലേക്ക് പോകാം. അപ്പോൾ ഉള്ളിലെ കാഴ്ചകൾ എന്താണെന്ന് കാണാം. ഇതിൽ കൂടെ നടക്കുമ്പോൾ നമുക്കൊരു ഗുഹയ്ക്കുള്ളിൽ കൂടെ നടക്കുന്ന ഒരു ഫീലിംഗ് ആട്ടോ. ഇതിൻ്റെ അകത്തുള്ള നിർമ്മിതികളെല്ലാം അതിമനോഹരമാണ്. ഓരോന്ന് കാണുമ്പോഴും ഒന്നിനൊന്ന് മെച്ചമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പോകാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഇതിൽ പോയിരിക്കണം കേട്ടോ. രാജാക്കന്മാരെക്കുറിച്ചും രാജകൊട്ടാരങ്ങളെക്കുറിച്ചും നമ്മൾ കഥകളിൽ മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ട് അനുഭവിക്കണം. 5 കുട്ടും കൂടെ എല്ലാ റൂമിൽ കൂടെയും കയറി ഇറങ്ങി നടക്കും കേട്ടോ. ഒരുപാട് ചെറിയ വാതിലുകളുണ്ട്. നമ്മുടെ ഈ എലി മാളത്തിലേക്ക് കയറുന്ന ആ ഒരു സൈസ് ഒരു ഫീൽ ചെയ്യുക അതാണ് കിട്ടുന്നത്. ഒരുപാട് വാതിലുകളും ചെറിയ ചെറിയ മുറികളുമാണ്. ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിയുമ്പോഴത്തേക്ക് നല്ല ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്നെക്കാൾ കുറച്ചൊരു ഹൈറ്റ് ഉള്ളൂ വാതിൽ. പക്ഷേ അത്യാവശ്യം നല്ല രീതിയുണ്ട് കേട്ടോ വാതിലുകൾക്ക്.
ഈ ജനലിലൂടെ നമ്മൾ ഉള്ളിലേക്ക് നോക്കി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ താജ്മഹൽ കാണാൻ പറ്റും. ഇപ്പോൾ കാണിച്ചിട്ട് അഞ്ചും കുട്ടും കൂടെ താജ്മഹൽ നോക്കിക്കോട്ടെ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് താജ്മഹൽ മഞ്ഞിൽ കുളിച്ച് നിൽക്കണ ഒരു ഫീലിംഗാണ് നമുക്ക് കിട്ടുന്നത്. കുട്ടി അപ്പായിട്ട് പുറകെ നടക്കുക. ആഗ്ര ഫോർട്ടിൽ നിന്ന് താജ്മഹൽ കാണാവുന്ന പല ഭാഗങ്ങളിലും ഞങ്ങൾ ചെന്ന് നിന്ന് താജ്മഹൽ കണ്ടു. കുറച്ച് വീഡിയോസുകൾ ഞങ്ങൾ എടുത്തു. ഞങ്ങൾ എന്ന സമയം ഭയങ്കര ചൂടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അഞ്ചും കുട്ടും ഞാനൊക്കെ ശരിക്കും മടുത്തു. ഞങ്ങൾ കുറച്ച് നേരം എല്ലാം കവർ ചെയ്തിട്ട് പതുക്കെ തിരിച്ചിറങ്ങി. യാത്രക്കിടയ്ക്ക് ട്രെയിനിൽ വെച്ചും ആഗ്ര ഫോർട്ടിൽ വെച്ചും ഇൻസ്റ്റാഗ്രാംസ് റീൽസ് വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തു. നല്ല സന്തോഷമായി അവിടെ നിന്ന് മടങ്ങി. ആഗ്ര ഫോർട്ടിൽ വെച്ച് ഞങ്ങൾക്കൊരു അണ്ണാങ്കുഞ്ഞും കൂട്ടിന് കിട്ടിയായിരുന്നു.